Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, Miss. Okay. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വെച്ചാ പറഞ്ഞു നിർത്തിയത്? എനിക്ക് തോന്നുന്നു ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ വരെയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വരെയും പറഞ്ഞു നിർത്തി തോന്നണം. ആണോ? എന്തായാലും പ്രതികരിക്കാത്ത ക്ലാസ് കേൾക്കാതെ? അതെ, ഓക്കെ. ഇനി നമ്മൾ എടുക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്തെല്ലാമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാ പറയുന്നത്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് characteristics of an effective hospital administrator? Must show the competency at work. വർക്ക് ചെയ്യാനുള്ള കഴിവ്, നല്ല രീതിയിൽ ആ വർക്ക് ചെയ്യാനുള്ള കഴിവ്, ചെയ്യാനുള്ള കഴിവ്, അദ്ദേഹത്തിന് അസൈൻ ചെയ്തിട്ടുള്ള വർക്കുകൾ കറക്റ്റ് ആയിട്ട് കോമ്പിറ്റന്റ് ആയിട്ട് ചെയ്യാനുള്ള കഴിവ്. മസ്റ്റ് ബി സെൻസിറ്റീവ് ഇൻ ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റണം. ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ, സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ, അവർക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് വരുമ്പോഴോ, ആവശ്യങ്ങൾ വരുമ്പോഴോ പെട്ടെന്ന് അതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റണം. ആർക്ക്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്. ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. നമ്മള് ആസൂത്രണം ചെയ്യാനായിട്ട്, മുൻകൂട്ടി കാണാനായിട്ട് പറ്റണം. ആർക്ക്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്. ഇനി എന്തൊക്കെയാണ് ഭാവിയിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ചുള്ള പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയ. പുതിയ അതേപോലെ തന്നെ ക്രിയേറ്റീവ് ഐഡിയാസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. പുതിയൊരു ക്രിയേറ്റീവ് ഐഡിയ പ്രൊഡ്യൂസ് ചെയ്യണ്ടേ, ആ ഒരു എബിലിറ്റി ആർക്ക് വേണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. ഹാസ് ദ കപ്പാസിറ്റി ടു കോർഡിനേറ്റ്, ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള റിസോഴ്സ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് നല്ല ഒത്തൊരുമയോട് കൂടി അത് ഓർഗനൈസ് ചെയ്ത്, എവിടേക്കാണ് ഏതൊക്കെ റിസോഴ്സ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത്, അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവ് ആർക്ക് വേണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് വർക്ക് ആൻഡ് മേക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ആൻഡ് ഹെർ ഓൺ ടൈം. നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം. നമുക്ക് ഒരാൾക്ക് തന്നെ ഒരു ടാസ്ക് കൊടുക്കണമെങ്കിൽ നല്ലത് നമ്മൾ ആ വർക്ക് സിമ്പിൾ ആയിട്ട് സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഡെലിഗേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? കൊടുക്കുക, ഡെലിഗേറ്റ് ചെയ്യാം. അതേപോലെ അങ്ങനെയാണെങ്കിൽ അപ്പൊ കൂടുതലായിട്ട് അവർക്ക് അല്ലെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ അവരുടെ ടൈം എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. എബിലിറ്റി ടു പെർസ്യൂ ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. ഓരോരുത്തരെയും ഓരോ എംപ്ലോയീസിനെയും പെർസ്യൂ ചെയ്യാനായിട്ട് പക്ഷെ അത് പ്രേരിപ്പിക്കാനും അവരുടെ ഡെവലപ്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കാനൊക്കെ ആർക്കുള്ള എബിലിറ്റി? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എബിലിറ്റി വേണം. ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്ന വ്യക്തിയായിരിക്കണം. കാര്യങ്ങൾ നമ്മൾ ആശയവിനിമയം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. നല്ല രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്റ്റാഫ് ആയിട്ടാവട്ടെ, അല്ലെങ്കിൽ പേഷ്യൻസ് ആവട്ടെ, പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ പബ്ലിക് ആവട്ടെ, ഇവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് എബിലിറ്റി വേണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. സോ ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. അതാണ് പറയുന്നത്. ആശയവിനിമയം നടത്തുന്ന ആളായിരിക്കണം. നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്ന ആളായിരിക്കണം. നാണോ അല്ലെങ്കിൽ മടിയോ ഒന്നും പാടില്ല ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും പാടില്ല. നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. കാര്യം പറയണത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ് നമ്മൾ ബില്ല് പ്രിപ്പയർ ചെയ്യണത്. ഡെലിഗേറ്റ്സ് എന്നുള്ളതോ അധികാരം നമ്മൾ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുക. ഡെലിഗേറ്റ് ചെയ്യുക, വിട്ടുകൊടുക്കുക. ഓക്കെ,
അപ്പോ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ് ബില്ലുകൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്, അതേപോലെ കോൺട്രാക്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, ഡാറ്റാബേസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വങ്ങൾ, അതേപോലെ ഇൻഷുറൻസ് കമ്പനി ആയിട്ട് എന്തെങ്കിലും ഡീലിംഗ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ നമ്മൾ ഇൻപേഷ്യന്റ് ആയിട്ട് വരുന്നവർ ഔട്ട്പേഷ്യന്റ് ആവട്ടെ ആരോ ആവട്ടെ അവരുടെ ബിൽസും ഇൻവോയ്സും പ്രിപ്പയർ ചെയ്യുക. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, എല്ലാവർക്കും എന്തുണ്ട് ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ്, ഫിനാൻഷ്യൽ പൊസിഷൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ ഉണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ലുക്കിംഗ് ഓവർ ദ കോൺടാക്ട് ആൻഡ് അപ്ഡേറ്റ് ഡാറ്റാബേസ് ആസ് റിക്വയർഡ്. അതേപോലെ എന്തെങ്കിലും കോൺടാക്ട് എന്തെങ്കിലും കരാറുകൾ ഉണ്ടെങ്കിൽ അത് നോക്കാം. അതേപോലെ ഡാറ്റാബേസ്, ഇന്ന് നമ്മളുടെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻഫർമേഷൻസും നമ്മുടെ ഡാറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം ആരുടെയാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെയാണ്. The job also necessarily seeing to it that all information is entered correctly and making financial reports. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണ്, നമ്മൾ എൻറ്റർ ചെയ്തിരിക്കുന്നത് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെന്നുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് ആര് ഉറപ്പുവരുത്തണം? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകൾ ഉറപ്പുവരുത്തണം. While their role is often overlooked owing to its end back in nature. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പുറകിലാണ്, നമ്മുടെ ശരിക്കും ബാക്ക് എൻഡ് ആയിട്ടുള്ള നേച്ചർ ആണ് ഇവരുടെ കാര്യങ്ങൾ ഓവർലോക്കിംഗ് ആണ്, കാര്യങ്ങളൊക്കെ പോകുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കും. ബില്ലിംഗ് ക്ലർക്ക് പ്രൊവൈഡ് വാല്യുബിൾ സപ്പോർട്ട് ടു clinicians. They are support provided to get paid for service rendered. ഇവര് സർവീസ് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് വാല്യൂ കണക്കാക്കുന്നത്? ബില്ലിംഗ് ക്ലർക്കാണ് വാല്യൂ കണക്കാക്കുന്നത്. They are expected to understand the claim submissions, reimbursement protocol for both government and private insurers. നമ്മളിപ്പോ ഗവൺമെന്റും പ്രൈവറ്റ് ഇൻഷുറർ ഒക്കെ ഉണ്ടാവും. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ആരാണെന്നൊക്കെ നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് പഠിക്കുമ്പോൾ പഠിക്കും. ഇൻഷുറർ ഗവൺമെന്റ് ആവട്ടെ പബ്ലിക് ഇൻഷുറർ ആവട്ടെ ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന ഉറപ്പുകൾ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്ത് എന്ത് കിട്ടാറ്? റീഇംബേഴ്സ്മെന്റ് ഒക്കെ കിട്ടാറുണ്ട്, പൈസ നമുക്ക് തിരിച്ചിട്ടാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ് നമുക്ക് പൈസയൊക്കെ ക്ലെയിം ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ക്ലെയിം ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രോപ്പർ ആയിട്ട് പേപ്പർ വർക്ക് ഒക്കെ പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനാണ്. Full stop. Clerk also offer important insight into the hospital or clinic compliance efforts and responsibility. അപ്പൊ ഈ ക്ലർക്കുകൾ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ആശുപത്രി ക്ലിനിക്കുകൾ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റി, അവർ ചെയ്യേണ്ട എഫേർട്സിനെ കുറിച്ചിട്ട് ക്ലർക്കുകൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാവണം. അവരെല്ലാവരും ഈ ചെയ്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഒക്കെ അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടാണോ പറഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റൽ അവിടെ ക്ലിനിക്ക് ആവട്ടെ അവരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം കൂടി ക്ലർക്കുകൾക്കുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. പേഷ്യൻസിന്റെ ഡിസ്ചാർജിന്റെ സമയത്താവട്ടെ അല്ലെങ്കിൽ ബില്ല് സെറ്റിൽമെന്റ് സമയത്താവട്ടെ ബില്ലുകളും ഇൻവോയ്സും പ്രിപ്പയർ ചെയ്യുക, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. ഇനി ലുക്കിംഗ് ഓവർ ദ കോൺട്രാക്ട്, അവിടെയാണ് ഇൻഷുറൻസിന്റെ കേസ് പറയുന്നത്. ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അത് അതിനെ കുറിച്ച് അന്വേഷിക്കുക, അതിനെ കുറിച്ച് അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഫിൽ ചെയ്യുക. ഇനി നമ്മുടെ ഡാറ്റാബേസിലേക്ക് ഇൻഫർമേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഈ ജോബുകൾ കൂടെ ഇതൊക്കെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡ് നേച്ചർ ആണ്, പുറകിലാണ്, ഹോസ്പിറ്റലിന്റെ പുറകിൽ എന്നുള്ള രീതിയിലാണ് ബില്ലിംഗ് ക്ലർക്കുകൾ ഒരു വാല്യബിൾ ആയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽസിന് കൊടുക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്ന സർവീസിന് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് ബില്ലിംഗ് ക്ലർക്കുകളാണ്. അതേപോലെ തന്നെ അവരുടെ ക്ലർക്കുകൾ എന്ത് ക്ലെയിമുകൾ സബ്മിറ്റ് ചെയ്യണം. അതേപോലെ റീഇംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾസ്, ഇപ്പൊ ഗവൺമെന്റ് ആവട്ടെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളാവട്ടെ ഇവരെ ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്യുന്നുണ്ടോ, അതേപോലെ ക്ലെയിമിനെ കുറിച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ എമൗണ്ട് അവര് സെറ്റിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം കൂടി ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ക്ലർക്കുകൾക്ക് ഉണ്ട്, ബില്ലിംഗ് ക്ലർക്കുകൾക്ക് ഉണ്ട്.
അതേപോലെ തന്നെ ക്ലർക്കുകൾക്ക് ഒരു എന്ത് വേണം, ഉൾക്കാഴ്ച വേണം. ഹോസ്പിറ്റൽസിൽ അതേപോലെ ക്ലിനിക്കുകളിൽ അവർ ചെയ്യുന്ന എഫേർട്സുകൾ, അവരുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ആയിട്ടാണ് അവർ ഫിൽ ചെയ്യുന്നത്. ആ റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഇതും ആരുടെ ഉത്തരവാദിത്തമാണ്? ബിൽഡിംഗ് ക്ലർക്കിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ലാസ്റ്റ് എടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അദ്ദേഹത്തിന് ആ വർക്ക് ചെയ്യാനായിട്ട് കോമ്പിറ്റൻസി വേണം. അതേപോലെ സെൻസിറ്റീവ് ആയിരിക്കണം. നമ്മുടെ ഹോസ്പിറ്റലിന്റെ അവിടുത്തെ സ്റ്റാഫിന്റെ പ്രോബ്ലംസ് ആയിട്ട് റിക്വയർമെന്റ്സ് ആയിട്ട് അത് സെൻസിറ്റീവ് ആയിരിക്കണം. ഉടനടി പരിഹാരം കണ്ടെത്തണം. അതേപോലെ ഭാവി മുൻകൂട്ടി കാണാനും പ്ലാൻ ചെയ്യാനും അറിഞ്ഞിരിക്കണം. പുതിയ ക്രിയേറ്റീവ് ഐഡിയാസും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നമ്മൾ ആ കയ്യിലുള്ള റിസോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എബിലിറ്റി വേണം. വർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ എഫിഷ്യന്റ് യൂസ് ഓഫ് ടൈം. ഒരാളും ലാഗ് അടിക്കാതെ അവരുടെ എല്ലാവരുടെയും ടൈം വാല്യുബിൾ ആണെന്ന് കൺസിഡർ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കണം. അതേപോലെ നമ്മളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാനും അവരെ പ്രേരിപ്പിക്കുക. അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. അദ്ദേഹം എപ്പോഴും ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ഓക്കെ, പിന്നെ പറഞ്ഞത് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ കാര്യമാണ്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ, കഴിഞ്ഞില്ല. ഓക്കെ കേട്ടാ. അപ്പൊ നമ്മള് ഈ ചാപ്റ്റർ എടുത്തത് എന്തായിരുന്നു? ഏറ്റവും തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. ചാപ്റ്ററിന്റെ പേര് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻസ് ഡിസ്കസ് ചെയ്തു. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിനെ കുറിച്ച് പറഞ്ഞു, സ്കിൽസ് നീഡ് പറഞ്ഞു, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ജോബ് എന്തൊക്കെയാണ്, അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വഹിക്കുന്ന ടൈറ്റിൽസ്. നിങ്ങൾ ഓരോരുത്തരും ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നല്ല ഹോസ്പിറ്റൽസിൽ പ്ലേസ് ആവുമ്പോൾ നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട ജോലികളുടെ ടൈറ്റിൽസ് നമ്മൾ നോക്കി. ദെൻ ഓരോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെയും ഫങ്ഷൻസ്, അത് ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, എന്നാലും ഏകദേശം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ് നോക്കി. പിന്നെ എഫക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ. ദെൻ ലാസ്റ്റ് പറഞ്ഞത് ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. അതോടെ നമ്മുടെ ഈ ചാപ്റ്റർ 13th ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ തേർഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ 4 ആണ് എടുക്കുന്നത്. തേർഡ് മൊഡ്യൂള് ചാപ്റ്റർ 4 പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, എന്താണ് ചാപ്റ്ററിന്റെ പേര്? പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽസ്. എല്ലാവരും ഈ ചാപ്റ്റർ ഒന്ന് എടുത്ത് വെച്ചേ. എല്ലാവരും എടുത്തോ?
പബ്ലിക് റിലേഷൻ എടുത്തു. ഓക്കെ, നമ്മൾ ഓക്കെ ഓക്കെ ഞാനൊരു ഇമേജ് കാണിച്ചു തരാം. ഓക്കെ, ഈ ഇമേജിൽ കാണുന്നത് എഡ്വേർഡ് ബെനറൈസ്, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എഡ്വേർഡ് ലൂയിസ് ബെനറൈസ് എന്നാണ്. അദ്ദേഹത്തിന് നമ്മള് പറയുന്നത്, കോമൺ ആയിട്ട് പറയുന്നത് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നാണ്. എന്താണ് പറയുന്നത്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പബ്ലിക് റിലേഷൻ? നമ്മള് ഒരു സോഷ്യൽ ബീയിങ് ആണ്, ഹ്യൂമൻ ബീയിങ്സ്. അതേപോലെ തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ എന്താണ്? പബ്ലിക്കിനോട് റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. കാരണം പബ്ലിക്കായിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അപ്പൊ നല്ല പബ്ലിക് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഔട്ട്സൈഡ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഹൂ വാസ് എഡ്വേർഡ് ബെനറൈസ്? അപ്പൊ ആരാണ് ഈ എഡ്വേർഡ് ബെനറൈസ് എന്ന് പറയുന്ന വ്യക്തി എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം പറഞ്ഞു, എഡ്വേർഡ് ലൂയിസ് ബെനറൈസ് എന്നാണ് പറയുന്നത്. 1891 1995 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എഡ്വേർഡ് ബെനറൈസ്. അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, ഫ്രോയിഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ നെഫ്യൂ ആണ് ആര്? എഡ്വേർഡ് ബെനറൈസ് എന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ നെഫ്യൂ ആണ്, മരുമകനാണ് എഡ്വേർഡ് ബെനറൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിക്കായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? എഡ്വേർഡ് ബെനറൈസ് പറയുന്നത്. അദ്ദേഹം ആണ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. നിങ്ങൾക്ക് ഈ ബോക്സിലുള്ള കാര്യങ്ങൾ എക്സാമിന് ചോദിക്കോ എന്നല്ല, നമ്മൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് മോനൊരു ഇന്റർവ്യൂവിന് ചെല്ലാണ്. ഹു വാസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് ചോദിക്കണമെന്ന് വിചാരിക്കും. ആ സമയത്ത് അയ്യോ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അയ്യോ ഇതിനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് മോനൊരു ചിന്ത വരില്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മളിപ്പോ പഠിക്കുകയാണല്ലോ എഡ്വേർഡ് ആണെന്ന്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല കോമ്പറ്റന്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ മാർക്ക് കിട്ടണം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ള ചിന്തയിലാണെങ്കിൽ ഇതൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്താൽ മതി. ബട്ട് ഒരു കോഴ്സ് ചെയ്യാണ്, ഇത്രയും ടൈമും ഇത്രയും മണിയും ഇത്രയും എഫേർട്ട് ഇട്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ ഇത് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എന്ത് വേണം? ബെനിഫിറ്റ്സ് വേണ്ടേ? നമ്മള് ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ മനസ്സിലാവും നമ്മുടെയൊക്കെ ലെവൽ എന്താന്ന്. നമുക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും മറുപടി പറയാൻ പറ്റാതെ വന്നു കഴിഞ്ഞാല് നമ്മൾ പഠിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അവരിങ്ങനെ ചോദിക്കാണ്, ഹു വാസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ? അങ്ങനെ ചോദിക്കുമ്പോൾ ആൻസർ പറയാൻ പറ്റണം. ആ ഒരു ലെവലിലേക്ക് ആവാനായിട്ട് ശ്രമിക്കാം. നമ്മളത് പഠിക്കണം. എഡ്വേർഡ് ആണെന്ന്, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താന്ന് പഠിക്കണം. എഡ്വേർഡ് ലൂയിസ് ബെനറൈസ്. ഓക്കെ, ഇതാണ് പബ്ലിക് റിലേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പബ്ലിക് റിലേഷൻ കൗൺസിൽ സ്റ്റാർട്ട് ചെയ്തത് എഡ്വേർഡ് ആണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ഫസ്റ്റ് PR ബുക്ക് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ബുക്ക്. അതേതാണ്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ് ബുക്കിന്റെ പേര്. സ്പെല്ലിങ് അതിൽ കുറച്ച് ക്ലിയർ അല്ല. സോ എഡ്വേർഡ് ബെനറൈസിന്റെ ബുക്കിന്റെ പേര്, പബ്ലിക് റിലേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ബുക്കിന്റെ പേരാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് opinion. Taught the first PR course at New York University. അദ്ദേഹമാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള ചിന്തിച്ചത്. അതേപോലെ ആദ്യമായിട്ട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതും ആരാണ്? എഡ്വേർഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് ആർ PR പ്രൊഫഷണൽ.
ആദ്യമായിട്ട് ഞാൻ PR പ്രൊഫഷണൽ ആണ് എന്ന് തന്നെ പറഞ്ഞു. ഞാനൊരു പബ്ലിക് റിലേഷൻ പ്രൊഫഷണൽ ആണ്, അല്ലെങ്കിൽ ഞാൻ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണെന്ന് പ്രസ്താവിച്ച ആള്, സ്വയം പറഞ്ഞൊരു വ്യക്തിയാണ് എഡ്വേർഡ്. നമ്മൾ നോക്കി എഡ്വേർഡ് ആരാന്ന് നോക്കി. 1995 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എഡ്വേർഡ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. പബ്ലിക് റിലേഷൻ കൗൺസിൽ രൂപീകരിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിക് റിലേഷൻ ബുക്ക്, പബ്ലിക് റിലേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അദ്ദേഹമാണ് ഫസ്റ്റ് പബ്ലിക് റിലേഷൻ കോഴ്സിനെ കുറിച്ച്, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻ കോഴ്സിനെ കുറിച്ച് എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന് തന്നെ വിളിച്ചിരുന്ന പേരാണ് എന്താണ്, PR പ്രൊഫഷണൽ ആണ്, ഞാനൊരു PR പ്രൊഫഷണൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് പബ്ലിക് റിലേഷനിലേക്ക് നമ്മൾ വരാണ്. എന്താണ് പബ്ലിക് റിലേഷൻ, അതേപോലെ 2 ഡെഫിനിഷൻസ് നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് നോക്കാം. അപ്പോ അതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, public relation means knowing what the public hope for and explaining how the administration satisfy their deserve. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥമാക്കുന്നത്, എന്താണ് നമ്മുടെ പബ്ലിക് ആഗ്രഹിക്കുന്നത്, അവർ എന്താണ് പ്രതീക്ഷിക്കുന്നത്, പബ്ലിക് എന്താണ് പ്രതീക്ഷിക്കുന്നത്, സൊസൈറ്റി എന്താണ് പ്രതീക്ഷിക്കുന്നത്, അത് മനസ്സിലാക്കുക. എക്സ്പ്ലെയിൻ ഹൗ ദ അഡ്മിനിസ്ട്രേഷൻ സാറ്റിസ്ഫൈ ദീസ് നീഡ്സ്. അത് അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സാറ്റിസ്ഫൈങ് ദീസ് ഡിസേർവ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത് എന്നാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. പബ്ലിക് റിലേഷൻ മീൻസ് knowing what the public hopes for and explaining how the administration satisfies these deserves. ജോൺ മിലൈറ്റ് ആണ് ഈ ഡെഫിനേഷൻ പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഹോസ്പിറ്റൽസിൽ ഒരുപാട് സേവനങ്ങളുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്ന സേവനം ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന സേവനങ്ങൾ, എന്തൊക്കെ സേവനങ്ങളൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത് എന്നറിയാനായിട്ട് പബ്ലിക്കിന് എന്തുണ്ടാവും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇന്റൻസിറ്റി എന്താണ്, അത് ആണ് പബ്ലിക് റിലേഷൻ. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഇന്ന് നല്ല ഹോസ്പിറ്റലാണ്, നല്ല രീതിയിൽ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മളായിട്ട് നല്ല ബെറ്റർ പെർഫോമൻസ് ആണ് ഹോസ്പിറ്റൽ കാഴ്ചവെക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പ് ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഡെഫിനേഷനിലേക്ക് വരാണെങ്കിൽ, പബ്ലിക് റിലേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ്. ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന പ്രോസസ് ആണ് ഏത്, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു പ്ലാൻഡ് പ്രോസസ് ചെയ്യുന്നത്, അവരെ പബ്ലിക്കിന്റെ ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ത്രൂ സൗണ്ട് ക്യാരക്ടർ, നല്ല സൗണ്ട് ക്യാരക്ടർ വഴി, നല്ല സ്വഭാവത്തിലൂടെ ആൻഡ് ജെനുവിൻ പെർഫോമൻസ്, നല്ല പെർഫോമൻസിലൂടെ, യഥാർത്ഥമായിട്ടുള്ള പെർഫോമൻസ്, അല്ലാണ്ട് കപടമായിട്ടുള്ളതല്ല, അകത്ത് വേറെ ഒന്നും പുറത്ത് നല്ല പെർഫോമൻസും ചെയ്യണതല്ല, രണ്ടും യഥാർത്ഥമായിട്ട് വേണം, യാഥാർത്ഥ്യമായ പെർഫോമൻസ്. ഓൺ ദ ബേസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു വേ കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ നമ്മൾ ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും അവർ ക്ലാരിഫൈ ചെയ്യണം. നമുക്ക് എപ്പോ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അവർ വന്ന് നിൽക്കും എന്നൊരു ഉറപ്പുണ്ടാവണം. പരസ്പരം തൃപ്തികരമായ ടു വേ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിലും നല്ല സ്വഭാവം, നല്ല സൗണ്ട് ക്യാരക്ടർ, നല്ല സ്വഭാവം എന്നാണ് സൗണ്ട് ക്യാരക്ടർ, ആൻഡ് ജെന്യുവിൻ പെർഫോമൻസ്, യാഥാർത്ഥ്യമായ പ്രകടനത്തിലൂടെയും പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ എലക്ഷൻ ആണെന്ന് വിചാരിക്കും, ഒരു എലക്ഷൻ നടത്താണ്, വോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് MP MLA എന്തെങ്കിലും എലക്ഷൻ ചെയ്യാണ്. അപ്പോ 2 ടൈപ്പ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് 2 ടൈപ്പ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഫസ്റ്റത്തെ കാൻഡിഡേറ്റ് നമ്മുടെ നാട്ടുകാരനാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫസ്റ്റ് ആ ഒരു ചെക്കൻ അല്ലെങ്കിൽ ആ ഒരു പയ്യൻ ഫസ്റ്റ് ഉണ്ടാവും, മുന്നിലുണ്ടാവും. എന്ത് പ്രശ്നം ഏത് ഭാഗത്ത് ചെന്ന് വിളിച്ചാലും നമുക്ക് ഒരു എന്താ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നല്ലൊരു ക്യാരക്ടറുള്ള, നല്ല സൗണ്ട് ക്യാരക്ടർ, ജെന്യുവിൻ പെർഫോമൻസ്, നല്ല ആത്മാർത്ഥതയോടുകൂടി ആണ് നമ്മുടെ കൂടെ ഓരോ പ്രശ്നത്തിനും അവർ കൂടെ നിൽക്കുന്നത്. രണ്ടാമത്തെ എലക്ഷൻ വോട്ട് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ആരാണ് രണ്ടാമത്തെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞ് പാസ്സായി പോയ ഒരാളാണ്. അന്ന് ഇലക്ഷന് വന്നപ്പോ
കണ്ടതാണ്. വേറൊരു പരിചയം ഈ മണ്ഡലത്തിലായിട്ട് അവർക്ക് ഇല്ല. വേറൊരു കോണ്ടാക്റ്റും ഇല്ല. ഭയങ്കര ജാടയൊക്കെയാണ്. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വോട്ട് ചെയ്യോ? സെക്കൻഡ് ആൾക്ക് വോട്ട് ചെയ്യോ? ഫസ്റ്റ് അല്ലേ വോട്ട് ചെയ്യുള്ളൂ. അപ്പൊ പബ്ലിക്കിനോട് ഫസ്റ്റ് ആണ്, എല്ലാവരും അങ്ങനെയാണ്, ഫസ്റ്റ് ആണ്. അപ്പൊ പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകള്, പബ്ലിക്കിന്റെ ഒപ്പീനിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ, നല്ല ക്യാരക്ടറുള്ള, നല്ല ജെന്യുവൻ ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള ആൾക്കാർ, അതേപോലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളോടായിരിക്കും നമുക്കൊരു നല്ല റിലേഷൻ. അങ്ങനെ ആയിരിക്കണം ഹോസ്പിറ്റൽസും പബ്ലിക്കും തമ്മിൽ നല്ലൊരു റിലേഷൻ വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. എന്തിനാണ് പബ്ലിക് റിലേഷൻ ആവശ്യം? Enlarge the visibility for the hospital employees programs and service. നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഉള്ള വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃശ്യം, നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ എംപ്ലോയീസ്, അതേപോലെ പ്രോഗ്രാംസ്, നമ്മൾ എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ള ഒരു ധാരണ ആർക്ക് ക്രിയേറ്റ് ചെയ്യണം? പബ്ലിക്കിന് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അവർ നമ്മുടെ ഹോസ്പിറ്റലിൽ തേടി വരുള്ളൂ. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എൻലാർജ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ. നല്ലൊരു ഹെൽത്ത് കെയർ ലീഡറിനെ പോലത്തെ ഒരു പൊസിഷൻ ആയിരിക്കും പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടാവുക. അതോറിറ്റി വിത്ത് ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. അപ്പോ അദ്ദേഹത്തിൻ്റെതായ അതോറിറ്റി, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി, നമ്മളുടെ ആ പ്രദേശത്തുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ആ ഒരു ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടാവും? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടാവും. ഇൻക്രീസ് ദ അവയർനെസ് ഓഫ് ഹോസ്പിറ്റൽ ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസ്. നമ്മളുടെ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെല്ലാം പ്രോഗ്രാമുകളാണ്, എന്തെല്ലാം സർവീസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള അവയർനെസ് എന്ന് പറഞ്ഞാൽ അറിവ് പൊതുജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർക്കാണ്, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ആണ്. എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ഇമേജ്. നല്ല ഹോസ്പിറ്റൽസ് ആണ്, നല്ല ഗുഡ് ഉള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ ബെറ്റർ ഇമേജ് ഉണ്ടാവും. അത് കൂട്ടാനായിട്ട് പബ്ലിക് റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഗുഡ് വിൽ ഉണ്ടാവും, നല്ല സൽപ്പേരുണ്ടാവും. ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ മാറും, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ വയറുവേദനയായിട്ട് പോയതാണ്, സോ എനിക്കത് കിഡ്നി സ്റ്റോൺ ആണെന്ന് കണ്ടുപിടിച്ചിട്ടും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തതും ഞാനിപ്പോ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതും എന്തുകൊണ്ടാണ്? ആ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ്. അപ്പൊ മറ്റൊരാളിലേക്ക് ആ ഒരു ഇമേജ് നമ്മൾ പാസ് ചെയ്യാണ്. ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളൊക്കെ മാറും എന്നുള്ളൊരു ഇമേജ് ആണ്, നമ്മളൊരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ അയാളുടെ മനസ്സിലാക്കുന്ന ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയായിരിക്കും? നല്ല അഭിപ്രായമായിരിക്കും, ഗുഡ് ആയിരിക്കും, അതേപോലെ നല്ല ഗുഡ് വിൽ ആയിരിക്കും ആ ഹോസ്പിറ്റലിന് പുറത്തുള്ളത്. അടുത്തത് അസിസ്റ്റ് ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് റിറ്റൻഷൻ ഓഫ് ദ എംപ്ലോയീസ്. നമ്മളുടെ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ HR ഒന്ന് അസിസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്ക്, റിറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ അസിസ്റ്റ് ചെയ്യണം. നമ്മുടെ എംപ്ലോയീസിന് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം. Act as a foundation when unreal news about hospital happens. എന്തെങ്കിലും അൺറിയൽ ആയിട്ടുള്ള ന്യൂസുകൾ ഉണ്ടാവില്ല, ഫേക്ക് ന്യൂസുകൾ, നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. കാരണം എന്താണ്? നമ്മളുടെ ഇമേജ്, പബ്ലിക് ഇമേജ് എന്ത് ചെയ്യും? ഈ ഒരു ഫേക്ക് ന്യൂസ്, അൺറിയൽ ആയിട്ടുള്ള ന്യൂസ് കാരണം നമ്മുടെ ഇമേജിന് കോട്ടം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതിന് സമയം കൊടുക്കാൻ പാടില്ല, അത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഇംപ്രൂവ് എംപ്ലോയീസ് മോറൽ. നമ്മളുടെ മോറൽ എന്ന് പറഞ്ഞാല് മനോവീര്യം എന്നാണ്. അപ്പൊ നമ്മളുടെ ജീവനക്കാരുടെ എന്ത് ചെയ്യാം? മനോവീര്യം മെച്ചപ്പെടുത്തണം, കോൺഫിഡൻസ് മെച്ചപ്പെടുത്തണം. എന്നാൽ മാത്രമേ അവർക്ക് വർക്കുകളൊക്കെ നല്ല സമാധാനത്തോടെ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അവർക്ക് മിസ്റ്റേക്കുകൾ കുറവ് വരുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യാ? ഇംപ്രൂവ് ചെയ്യാ. ഇംപ്രൂവ് ദ എംപ്ലോയീസ് മോറൽ. അപ്പോ നമ്മള് വായിച്ചു നോക്കേണ്ടത് എന്തൊക്കെയാണ് ആദ്യം മുതൽ പറയാം. എഡ്വേർഡിനെ കുറിച്ച് വായിക്കാം, ഡെഫിനിഷൻ വായിക്കാം, എന്താണ് നീഡ് എന്ന് വായിക്കാം. എല്ലാവരും ഒന്ന് വായിച്ച്. ഒരു പുതിയ ടോപ്പിക്കാണ്, കുറച്ച് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും, എന്നാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ.
എല്ലാവരും വായിച്ചല്ലോ? വായിച്ചോ? അല്ല, നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഞാനെന്താ വിചാരിക്കണം, എനിക്ക് ഡൗട്ട് ഉണ്ടെന്നാ വിചാരിക്കാട്ടോ. വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു സംഭവം ഇതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഞാൻ അടുത്തത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ കമ്മ്യൂണിറ്റി. നമ്മൾ സമൂഹത്തിൽ എങ്ങനെയാണ് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ സൊസൈറ്റി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഇവിടുത്തെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആശയവിനിമയത്തിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. There are mainly two methods. രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഓപ്പറേറ്റീവ് മെത്തേഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രവർത്തന രീതിയിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആശയവിനിമയത്തിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഫസ്റ്റ് വരുന്നത് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആണ്. These methods are basically related with every aspect of the hospital operation. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളിലും എന്ത് റിലേറ്റഡ് ആണ്, ഈ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് റിലേറ്റഡ് ആണ്. സാധാരണ ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ മുതൽ അവിടുത്തെ അഡ്മിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക് വരെ ചെയ്യുന്ന ജോബുകൾ, ഇവരുടെയൊക്കെ പെർഫോമൻസ് നോക്കും നമ്മൾ. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാലോ ആ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ നോക്കും. നമുക്കൊന്ന് നോക്കാം. These methods are basically related with every aspect of hospital operation. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ ഓപ്പറേഷനിലെയും ആക്ടിവിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യും, ഇൻക്ലൂഡിംഗ് ദോസ് ആർ പെർഫോംഡ് ബൈ വർക്ക്മെൻ സച്ച് ആസ്. അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ടെലിഫോൺ ഓപ്പറേറ്റർ, എൻക്വയറി ഓഫീസ് പേഴ്സണൽ, അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്. അപ്പൊ ടെലിഫോൺ ഓപ്പറേറ്ററിന്റെ കാര്യം പറയാണ്. അപ്പൊ നമുക്കൊരു എൻക്വയറി വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോള് വരുമ്പോ നമ്മൾ എടുക്കുമ്പോ തന്നെ എന്താ പറയണ്ടേ, ഹലോ മാം, ഗുഡ് മോർണിംഗ്, ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്, അത് നമ്മൾ ചോദിക്കാം. എന്നിട്ട് പറയാം, അവർ പറയുന്നത് എന്താണ്, അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഓക്കെ, താങ്ക് യു മാം, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ കോള് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബെറ്റർ ഇമേജ് ആണ് വരുന്നത്. കാരണം എന്താണ്, അവർ നല്ല രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്, നമ്മൾ നല്ല പൊളൈറ്റ് ആയിട്ടുള്ള വേർഡുകൾ യൂസ് ചെയ്താണ് നമ്മൾ സംസാരിച്ചത്. ദേഷ്യം പിടിച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മൾ സംസാരിച്ചത്. അല്ലാതെ ഫോൺ എടുത്തത് തന്നെ പറ, എന്താണ് ഏത് ഡോക്ടറെ കാണാനോ, ഓക്കെ ശരി എന്നാണ് സംസാരിച്ചത് അല്ലല്ലോ. നല്ല രീതിയിൽ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോ ഏത് ആൾക്കാരോടായിരിക്കും കൂടുതൽ നമുക്കൊരു ബെറ്റർ ഇമേജ്? രണ്ട് ഹോസ്പിറ്റലാണ് വിചാരിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഹോസ്പിറ്റലും മറ്റത് വേറൊരു ഹോസ്പിറ്റലാണ് നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഹോസ്പിറ്റലായിരിക്കും നമുക്ക് പോകാനായിട്ട് താല്പര്യം ഉണ്ടാവുന്നത്. കാരണം എന്താണ്, അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പെരുമാറിയത് നല്ല രീതിയിലാണ്. എൻക്വയറി ഓഫീസ് പേഴ്സണൽ, നമ്മളൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞ് നല്ലൊരു സ്മൈലോട് കൂടി ഞാൻ എന്താ മാമിന് ചെയ്യേണ്ടത്, എന്താണ് ആവശ്യം ചോദിക്കുന്ന ഒരാളാണോ, എന്തിനാ വന്നേ എന്ന് ചോദിക്കുന്ന ആളുടെ അടുത്ത് പോകാനാണ് നമുക്ക് താല്പര്യം ഉണ്ടാവുക. ആദ്യം പറഞ്ഞ ആളുടെ അടുത്തായിരിക്കും. അതേപോലെ അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഓഫീസ് ക്ലർക്കിന്റെ അടുത്ത് ഫില്ല് ചെയ്യാനായിട്ട് അറിയാത്ത ആൾക്കാരുണ്ടാവും, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവർക്കത് ഫില്ല് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിഷൻ ഓഫീസ് ക്ലർക്കുകൾക്കാണ്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം നമുക്ക് പബ്ലിക്കിന് നമ്മളോടുള്ള ഒരു ഇമേജ് എന്ത് ചെയ്യും, കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. All those maintaining contact with patient, ഇവരാണ് മെയിൻ ആയിട്ട് പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്ട് ആദ്യം എൻഗേജ് ചെയ്യുന്നത്. ആസ് വെൽ ആസ് ദോസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ ഷെയർ ദ സെയിം ബർഡൻ. ബാക്കിയുള്ളവരൊക്കെ എന്തുണ്ട്, അവരായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിലും ബിഹൈൻഡ് എന്താ പറയാ ആ ഒരു സ്ക്രീനിന്റെ പുറകിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. രോഗികളുമായി സമ്പർക്കം പുലർത്തുകയും സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും അതാത് കാര്യങ്ങളുടെ ബർഡൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, പങ്കിടുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേറ്റീവ് മെത്തേഡിൽ പറയുന്നത്. എന്തെല്ലാമാണ് കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസ്? നമുക്ക് 3 കമ്പോണൻസ് ആണ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിൽ പറയുന്നത്. 3 കമ്പോണൻസ്. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. നമ്മള് നല്ല ജോയ്ഫുൾ ആയിട്ട് സന്തോഷകരമായിട്ടും മാന്യമായ പെരുമാറ്റമാണ് ആർക്ക് കൊടുക്കേണ്ടത്? പേഷ്യൻസിന് കൊടുക്കേണ്ടത്.
നമ്മൾ ഒരാൾ കാണുമ്പോൾ തന്നെ മുഖം വെച്ച് ദേഷ്യം പിടിച്ചിരിക്കണേണോ, അല്ലൊന്ന് സ്മൈൽ ചെയ്ത് നല്ല രീതിയിൽ സ്മൈൽ ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് മാം, ഞാൻ എന്താ മാമിന് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണോ ഏത് ബിഹേവിയർ ആണ് നല്ലത്? ഞാൻ രണ്ടാമത് പറഞ്ഞ ബിഹേവിയർ ആണ് നല്ലത്. നല്ല പൊളൈറ്റ് ആയിട്ട് നല്ല സ്നേഹത്തോടെ സംസാരിക്കണം. ഓക്കെ, ഇനിയിപ്പൊ നമ്മളുടെ മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്കുകളാണെങ്കിൽ അതിന് സോറി ചോദിക്കാൻ ഒരു മടിയും കാണിക്കേണ്ട. സോറി ചോദിക്കേണ്ടടുത്ത് ചോദിക്കാം. ഇനി ബൈ ചാൻസ് നമ്മുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും കസ്റ്റമർ ആണ് നമ്മളുടെ എന്ത് പറയുന്ന കിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ പേഷ്യൻസിന്റെ എടുത്തൊന്നും സോറി ചോദിച്ചു വെച്ച് ഒരു പ്രശ്നമില്ല. സോറി ചോദിക്കേണ്ടടുത്ത് ചോദിച്ചോ. ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. നമുക്ക് വേഗമേറിയതും എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജന്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഈ ഫോം ഒക്കെ ഫില്ല് ചെയ്തിട്ട് കാഷ്വാലിറ്റിയിലേക്ക് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നിരിക്കുന്ന പേഷ്യന്റ് കാർഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ടോ എന്ന് പറയുന്നതാണോ? ആ കാഷ്വാലിറ്റിയിലേക്ക് വേഗം കൊണ്ടുവരികയും അവർക്ക് CPR കൊടുക്കുക. അവിടെ ഉള്ള ആരാണോ ഡ്യൂട്ടി ഡോക്ടർ അവർക്ക് CPR കൊടുക്കുന്നതാണോ നല്ലത്? ഞാൻ പറയും രണ്ടാമത് പറഞ്ഞ പോലെയാണ്. അവിടെ ആരാണോ ഉള്ളത് അവർ CPR കൊടുക്കുക. ആ ഒരു ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റി ആ ഫസ്റ്റ് അവറിനെയാണ് ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള ഫസ്റ്റ് എയ്ഡ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ കടുംപിടുത്തം പിടിക്കരുത് കാര്യത്തിനും, എന്നുവെച്ചാൽ ലൈഫിന്റെ കാര്യത്തിലൊരു കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കരുത്. ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും കൊടുക്കേണ്ടത്. വേഗമേറിയതും കാര്യക്ഷമവുമായ ട്രീറ്റ്മെന്റ് കൊടുക്കണം. വേഗമേറിയതും കാര്യക്ഷമവുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. നമ്മളെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരു 2 മാസം മുമ്പ് എന്റെ മോൾക്ക് ഇയർ ഇൻഫെക്ഷൻ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മുമ്പും ആ ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഈ പ്രാവശ്യം പോയപ്പോ അവിടെ ഒരു ഗ്രൗണ്ട്, ഒരു പ്ലേസ് കുട്ടികൾക്കൊക്കെ ഇരിക്കാനും അതേപോലെ അവർക്ക് ചെറിയ റൈഡിലൊക്കെ കയറാൻ പറ്റുന്ന ഒരു പ്ലേസ്, നല്ല രീതിയിൽ പുൽമേടുകളുള്ള ഒരുപാട് കിളികളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നമുക്കപ്പോ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീലാണ്, ബെറ്റർ ഫീലാണ്. ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കാണുമ്പോൾ എനിക്ക് തോന്നിയില്ല അതൊരു ഹോസ്പിറ്റലാണെന്ന്. നല്ലൊരു ഫീൽ തോന്നി. കാരണം എന്താണെന്ന് ഹോസ്പിറ്റൽ അല്ല, അതൊക്കെ നമുക്ക് ഫോമലൈസ് എൻവയോൺമെന്റ് ആണ് അവിടെ ഫീൽ ചെയ്തത്. ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സ്, ക്ലിയർ എൻവയോൺമെന്റ്, അതേപോലെ തന്നെ നല്ല നീറ്റ് ക്ലീൻ ആയിട്ടൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് അവരുടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സ്. അങ്ങനെ നമുക്ക് കാണുമ്പോൾ അവരോട് നമുക്ക് എന്ത് തോന്നും? ഒരു റെസ്പെക്ട് തോന്നും ഇല്ലേ? അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ക്ലീൻ ആയിട്ടാണ്. അവർ ഇപ്പൊ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ വൃത്തിയാക്കി പോവാണ്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ബെറ്റർ ഇമേജ് ആണ് നമുക്ക് മൈൻഡിൽ വരുന്നത്. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ വേണം, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ് വേണം, ക്ലിയർ എൻവയോൺമെന്റ് ആയിരിക്കണം, വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സ്, നമ്മുടെ നല്ല അപ്പിയറൻസ് ആയിരിക്കണം. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാര് അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സുകളൊക്കെ എടുക്കണം. അതേപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാണെങ്കിൽ നമുക്കൊരു ബെറ്റർ ഇമേജ് ആയിരിക്കും ആ ഹോസ്പിറ്റലിനോട് തോന്നുന്നത്. ഒരു നല്ല ഗുഡ് വില്ല് ഹോസ്പിറ്റലിനെ ഏൺ ചെയ്യാനായിട്ട് പറ്റും, നല്ല സൽപ്പേര് ഏൺ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. നോക്കാം, some operations of improving operation of the hospital in community level. In community level improve ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയണേ, ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഇൻ ദ ബേസ് ഓഫ് പബ്ലിക് റിലേഷൻ. നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ കൊടുക്കുക. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാ പേഷ്യൻസിനും ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യാം. സഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്. നമ്മുടെ ഫിസിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവില്ലേ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ആവശ്യമുള്ള മെഷീൻസ്, ടൂൾസ്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കൊണ്ട് വരുന്നവർക്ക് വെയിറ്റിംഗ് റൂം വിത്ത് ബെഞ്ച് ഓർ ചെയറോ ബെഞ്ചോ ഒക്കെ ഉള്ള വെയിറ്റിംഗ് റൂമുകൾ, അതേപോലെ വാട്ടറിന്റെ അവൈലബിലിറ്റി, ഡ്രിങ്കിങ് വാട്ടറിന്റെ അവൈലബിലിറ്റി, അതേപോലെ റീഫ്രഷ്മെന്റ് ഫെസിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോ മോൾക്ക് തീരെ വയ്യാണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഇയർ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അപ്പൊ ആർക്ക് പോലത്തെ പ്ലേസിൽ കൊണ്ടുവന്ന് കുറച്ചു നേരം വിട്ടുള്ളൂ. അപ്പോഴേക്കും ആള് ഹാപ്പി ആയി. റീഫ്രഷ്മെന്റ് ഫെസിലിറ്റി ആണ് അവർ പ്രൊവൈഡ് ചെയ്തത്. ഇത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ശരിയാണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിട്ടായിരുന്നു റീഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ സഫീഷ്യന്റ് ആദ്യം തന്നെ ക്വാളിറ്റി പേഷ്യന്റ് കെയർ കൊടുക്കുക,
സഫീഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. വെയിറ്റിംഗ് റൂംസ്, ബെഞ്ചുകൾ, ചെയർ കൊടുക്കുക. വാട്ടർ, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. മേക്കിംഗ് അതേഴ്സ് ഹാപ്പി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളെ ഹാപ്പി ആക്കി നിർത്താന്ന് വെച്ചാൽ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാന്ന് വെച്ചാൽ ഒരു പ്രത്യേക കഴിവാണ്. വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ, ഗുഡ് മോറൽ ഓഫ് ദ വർക്കേഴ്സ് നോട്ട് ഓൺലി ഇംപ്രൂവ് ദ എഫിഷ്യൻസി ബട്ട് ദ വർക്കേഴ്സ് വിത്ത് ഹൈ മോറൽ വർക്ക് ഇൻ എ പോസിറ്റീവ് മാനർ. അപ്പൊ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്, നല്ല രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, നല്ല മനോവീര്യമുള്ള വർക്കേഴ്സ് ആണെങ്കിൽ അവര് എഫിഷ്യൻസി മാത്രമല്ല ഇംപ്രൂവ് ചെയ്യുന്നത്, നല്ലൊരു ഹൈ മോറൽ വർക്ക് പോസിറ്റീവ് ആണ്. അവർ ചെയ്യുന്ന വർക്കുകൾ നല്ല രീതിയിൽ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് വർക്കേഴ്സ് വിത്ത് ഹൈ മോറൽ വർക്ക് ഇൻ എ പോസിറ്റീവ് മാനർ വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ ദ പേഷ്യന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മളുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ പേഷ്യൻസിനോട് നല്ല രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, പെരുമാറുന്നത്. നല്ല ഹാപ്പി ആയിട്ട് നമ്മളോട് ചെല്ലുമ്പോ ചോദിക്കാറില്ലേ, സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫിനെ കാണുമ്പോൾ ഞാൻ ആദ്യം ചിരിക്കുമായിരുന്നു, ജസ്റ്റ് ഒരു സ്മൈല്. അത് കഴിഞ്ഞു പിന്നെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് നമ്മളത് ചിരിക്കാൻ നോക്കിയെങ്കിലും 3-ാമത്തെ പ്രാവശ്യം മുതൽ അദ്ദേഹം ആ ചേട്ടൻ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറി തുടങ്ങി. അപ്പോ എന്താണ് പ്രശ്നം എന്നൊക്കെ നമ്മളോട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഇനി ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യണം. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് എഫക്റ്റീവ് കോർഡിനേഷൻ. നല്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ, നല്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ നമ്മളെന്താണ് നല്ല രീതിയിൽ ഏകോപനത്തോടു കൂടി വേണം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളും എല്ലാ സപ്പോർട്ടീവ് സർവീസുകളും നല്ല എഫിഷ്യൻസിയോട് കൂടി നല്ല കോർഡിനേഷനോട് കൂടി വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റാഫുകൾ, നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ക്ലിയർലി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അറിയണം. എന്താണ് ഗുഡ് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇവിടുത്തെ പോളിസീസ് എന്തൊക്കെയാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ഇവിടുത്തെ അതോറിറ്റി, അതേപോലെ റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം എന്താണെന്ന് ക്ലിയർ ആയിട്ട് ആർക്ക് മനസ്സിലാവണം, ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വെൽ നോൺ ആയിരിക്കണം, മനസ്സിലായിരിക്കണം. Operating efficiency with an effective coordination among all clinical department and supportive services. നല്ല ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, നല്ല കോർഡിനേഷനോട് കൂടി വേണം ഹോസ്പിറ്റലിലെ എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും സപ്പോർട്ടീവ് സർവീസുകളും എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്. അതേപോലെ നല്ല അഡ്മിനിസ്ട്രേഷൻ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പോളിസി, പ്രൊസീജിയർ, അതോറിറ്റി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മളുടെ ഓരോ സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നത്, ഇതിനെ പോലെയാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും, ഇതനുസരിച്ച് വേണം നമ്മൾ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ എന്നെല്ലാം കാര്യങ്ങൾ നമ്മൾ സ്റ്റാഫിനോട് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ നോക്കിയ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷനുള്ള ആദ്യത്തെ സെഷൻ എന്ന് പറയാം. ഓപ്പറേറ്റീവ് മെത്തേഡ്, അതേപോലെ കമ്മ്യൂണിറ്റി ഓപ്പറേഷനിൽ വരുന്ന ഫണ്ടമെന്റൽ കമ്പോണൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നമ്മുടെ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, എല്ലാവരും വായിച്ചോ?
ഞാൻ ക്ലാസ് എടുക്കുന്ന കാര്യം ചോദിച്ചിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം. ഞാൻ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവാറുണ്ടോ? ക്ലിയർ ആണോ? അതിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് എന്റെ ഭാഗത്ത് വേണോ? നിങ്ങൾക്ക് പറയാട്ടോ. ക്ലിയർ അല്ലേ? എടുക്കുന്ന പോർഷൻ ഒക്കെ ക്ലിയർ ആണല്ലോ. സ്പീഡ് ഞാനൊരു ലിമിറ്റ് സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ ആ സ്പീഡ് എടുത്തില്ലെങ്കിൽ നമ്മൾ പോർഷൻ സ്പീഡിൽ നമ്മൾ എടുത്തിരിക്കുന്ന 6 മാസത്തെ കോഴ്സ് അല്ലേ. സോ ഈ ഒരു ടൈമിനുള്ളിൽ തീർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡ് നമുക്ക് ഫോളോ ചെയ്തേ പറ്റും. നമുക്ക് ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ഉണ്ട്. ഈ ഒരു സ്പീഡിൽ തന്നെ പോകേണ്ടി വരും. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോണേ കേട്ടോ. നമ്മള് ആശയവിനിമയത്തിലൂടെ വിനിമയ രീതികൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ടെസ്റ്റിലേക്ക് വരാം. കേട്ടോ. To make available and suitable information to the patients and their relatives and the visitors. നമ്മളുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് രോഗികളും അവരുടെ ബന്ധുക്കളും അതേപോലെ അവരെ കാണാൻ വരുന്ന റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സ്യൂട്ടബിൾ ഇൻഫർമേഷൻസ് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവില്ല. നമ്മൾ അവരിങ്ങനെ ക്യാൻറ്റീൻ എവിടെയാണെന്ന് അന്വേഷിക്കുന്നത് നമ്മൾ സ്റ്റാഫിനോട് ചോദിക്കുകയാണെങ്കിൽ ക്യാൻറ്റീൻ ഇന്ന സ്ഥലത്താണ്, അവിടെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മീൽസ് കിട്ടും, ഇന്ന ടൈമിനുള്ളിൽ ചെല്ലണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. എ പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പയറിംഗ് ഓൺ റിട്ടൺ വൺ. ഇപ്പൊ നമ്മളുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് എന്തോ ആവട്ടെ ഓറൽ ആയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് പറയുകയാണെങ്കിൽ, ഓറൽ എന്ന് വെച്ചാൽ വാമൊഴിയാകെ പറയാണ്, അത് നമ്മൾ എന്ത് ചെയ്യുക, ആ കംപ്ലൈന്റ് പരിഹരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ അവരെ കമ്പൽ ചെയ്യുന്ന നിങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് മാത്രം ഞങ്ങൾ പരിഹരിക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പറയാൻ പാടില്ല. സ്വിച്ച് ടു റിപ്ലൈ ടു ദ ക്വസ്റ്റ്യൻ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ പറയണം, ആൻസർ കൊടുക്കണം. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സജഷൻ ബോക്സുകൾ ഉണ്ടാവും. അത് സ്യൂട്ടബിൾ പ്ലേസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വെക്കണം. സജഷൻ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്ന ബോക്സ് ആണ് സജഷൻ ബോക്സ്. പ്രൊവിഷൻസ് ഓഫ് ദ സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ എന്ത് ചെയ്യണം, സജഷൻ ബോക്സുകൾ പ്ലേസ് ചെയ്യണം. ഇനി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഫിലിം ഷോസ് എക്സിബിഷൻ ഹോസ്പിറ്റൽ ബ്രൗഷേഴ്സ്. ഓക്കെ, ബ്രോഷേഴ്സ് എന്നാണ്, ബ്രോഷേഴ്സ് എന്നാണ് നമ്മള് ഇവർ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ടിവിയിലോ അതേപോലെ അങ്ങനെ വിഷ്വൽ ആയിട്ട് നമുക്ക് ആരോട്, പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫിലിം ഷോയോ അല്ലെങ്കിൽ ഡോക്യുമെന്ററി രൂപത്തിലൊക്കെ നമുക്കത് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ഇന്നതൊക്കെയാണ് എന്നുള്ളത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, TV ഷോസ് ഡോക്യുമെന്ററി ഒക്കെ വഴി പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് ഹോസ്പിറ്റൽ ബ്രോഷേഴ്സ് ഒക്കെ ഉണ്ടാവും. ബ്രോഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബുക്കിലേറ്റോ നോട്ടീസോ അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെറിയൊരു ബുക്ക് ഹോസ്പിറ്റൽ സർവീസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയൊരു ബുക്കായിരിക്കും. ബ്രോഷേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, പേഷ്യൻസ് കാണുന്ന രീതിയിൽ അവർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, വെക്കാം, എക്സിബിറ്റ് ചെയ്യുക. ഓക്കെ, പ്രദർശിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് that school teachers, students, housewives, and the members of the women organization and religious leaders can conduct hospital tour. ഹോസ്പിറ്റൽ ടൂർ എന്നുള്ളതല്ല അവിടെ വരുന്നത്, ഹോസ്പിറ്റൽ വിസിറ്റ് എന്നാണ്. നമ്മൾ സ്കൂൾ ടീച്ചേഴ്സും അതേപോലെ സ്റ്റുഡൻസും ഒരു ഹൗസ് വൈഫുകൾ ഒരുമിച്ചും അതേപോലെ നമ്മുടെ വുമൺ ഓർഗനൈസേഷന്റെ ഒക്കെ മെമ്പേഴ്സ് അതേപോലെ റിലീജിയസ് ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പൊ സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും അവർക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ടീച്ചേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് കണ്ട് അവരതിന് പരിഹാരം കണ്ടെത്താനും. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എത്ര പ്രാവശ്യം നമ്മളൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു കുട്ടികളോട് പറയാണ് ആൽക്കഹോൾ കഴിക്കുന്നതും അതേപോലെ തന്നെ സ്മോക്കിംഗ് എന്ന് പറയുന്നതും ക്യാൻസർ വരും എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത്, എന്റെ ഒരു അഭിപ്രായമാണ്,
ക്യാൻസർ റിസർച്ച് സെന്റേഴ്സ് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സുകൾ ഉണ്ടാവില്ല, ക്യാൻസർ ആയിട്ട് ചികിത്സിച്ച് മാറാത്ത ആൾക്കാരുകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇന്നതാണ് ഇവരുടെ അവസ്ഥ, ഇന്നൊരു അസുഖം അല്ലെങ്കിൽ ഇന്നൊരു ശീലം ഫോളോ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനൊരു അസുഖം വരാൻ കാരണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു കാര്യം സ്റ്റോർ ചെയ്യും, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം നമുക്കൊരു ബെറ്റർ സൊസൈറ്റി അല്ലെങ്കിൽ നല്ലൊരു പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ റിലീജിയസ് ലീഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മിക്ക ഹോസ്പിറ്റലിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒരു ദിവസം അവിടുത്തെ അടുത്തുള്ള ചർച്ചിലെ ഫാദർ വരാണ് അവിടുത്തെ പേഷ്യൻസിനോട് എന്താണ് നിങ്ങളുടെ പ്രശ്നം, അതേപോലെ അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ചൊല്ലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്ഫുൾ ആണ്. ടു ഹോൾഡ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ. ഒരു ആനുവൽ ഹോസ്പിറ്റൽ ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന ഒരു ദിവസമാണ്. അന്നത്തെ ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ പുറത്തുനിന്നുള്ള പബ്ലിക്സിന് നല്ല കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ, ചില ഹോസ്പിറ്റലിന്റെ വർക്കിങ്ങിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ടു ഹോൾഡ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ ഓർ ഓപ്പൺ ഡേ ഹൗസ് whether the public can show every aspect of hospital operation that include some of the highly technical functions. അപ്പൊ അതില് നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇങ്ങനെ കാര്യങ്ങളാണ്, ഇങ്ങനത്തെ ടൂൾസ് ആണ്, ഇങ്ങനെ എക്യുപ്മെന്റ്സ് ഒക്കെയാണെന്ന് പബ്ലിക്കിനും കൂടി ഒരു അറിവ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ലാസ്റ്റ് ആണ് using mass media would be helpful to improve public relation. പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് മാസ് മീഡിയാസ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. നമ്മൾ എന്താണ് ടെക്നിക്കലി നമ്മുടെ ഇമേജ് കൂട്ടാൻ വേണ്ടിയിട്ട് മാസ് മീഡിയാസ് ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ പറയാം, ഇതിൽ മാസ് മീഡിയയിൽ നമുക്ക് പറയാനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇന്റർനെറ്റോ അല്ലെങ്കിൽ മാസ് മീഡിയാസ് അല്ലെങ്കിൽ എന്ത് മീഡിയാസ് വഴി നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടെന്ന് അവർക്ക് അറിയാനും അവർക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ്മെന്റിന് വേണ്ടി വരാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ പല അഡ്വർടൈസ്മെന്റ് വഴി ഒക്കെ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയുമാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ സ്യൂട്ടബിൾ ഇൻഫർമേഷൻസ് പേഷ്യൻസിനും പേഷ്യന്റ് റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും കൊടുക്കുക. അതേപോലെ റിട്ടേൺ കംപ്ലൈന്റ് വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഓറൽ കംപ്ലൈന്റ് ആണെങ്കിൽ പോലും നമ്മൾ അതിന് പരിഹാരം കണ്ടെത്താം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുക. സജഷൻ ബോക്സുകൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ വെക്കാം. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസ്, അതേപോലെ ഡോക്യുമെന്ററി ഒക്കെ എക്സിബിഷൻ നടത്താം. ഹോസ്പിറ്റലിന്റെ ബ്രൗഷേഴ്സ് ഒക്കെ എക്സിബിറ്റ് ചെയ്യുക, പ്രദർശിപ്പിക്കുക. സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്, അങ്ങനെ റിലീജിയസ് ലീഡേഴ്സിനൊക്കെ ഒരു ഹോസ്പിറ്റൽ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, അതേപോലെ 1 ഡേ ഹൗസ് ഒക്കെ നടത്തുകയാണെങ്കിൽ പബ്ലിക്കിന് ഹോസ്പിറ്റൽസിന്റെ ഓപ്പറേഷനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും ഹൈലി ടെക്നിക്കൽ ഫങ്ഷൻസ് ഒക്കെ മനസ്സിലാക്കാനും അവർക്ക് പറ്റും. ഇത് വഴി അതേപോലെ തന്നെ മാസ് മീഡിയാസ് വഴി നല്ല രീതിയിൽ എന്താ പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയില്ല അവർ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക. ഓക്കെ ഓക്കെ, അപ്പോ താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.